നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് തരം സാൻഡ്വിച്ച് ആണ്. അതിലൊന്ന് ഒരു ടോസ്റ്റർ ഉപയോഗിച്ചും പിന്നെ ഒന്ന് ടോസ്റ്റർ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു സ്പൈസി മയോണീസ് ആണ്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇനി ആദ്യമേ വേണ്ടത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു സവാള ചെറുതായി മുറിച്ചത്, ഒരു ക്യാപ്സിക്കം ചെറുതായി മുറിച്ചത്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത്, പിന്നെ 2-3 ബീൻസ് ചെറുതായി വട്ടത്തിൽ മുറിച്ചത്, പിന്നെ 2 ടേബിൾ സ്പൂൺ പച്ചമുളക്, പിന്നെ വേണ്ടത് ഒരു ബോയിൽഡ് പൊട്ടറ്റോ 3 എണ്ണം, പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിയില. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പൊട്ടറ്റോ മുഴുവൻ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഉടച്ചു വെക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച സവാളയൊന്ന് ചേർത്ത് അതും നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് അതും ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് ചെറുതായി മുറിച്ച് വെച്ച ബീൻസ് ആണ്. അതും കൂടി ഒന്നിട്ട് നന്നായി വഴറ്റുക. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് അതും ഇതിൻ്റെ കൂടെ നന്നായി ഒന്ന് വഴറ്റി വെക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് അതും ഒന്ന് വഴറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച പൊട്ടറ്റോ കൂടി ചേർത്ത് അതും ഈ മസാലയുടെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായി നമ്മൾ എടുത്തു വെച്ച ക്യാപ്സിക്കവും മല്ലിയിലയും കൂടി ചേർത്ത് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാൻഡ്വിച്ചിലേക്കുള്ള മസാല റെഡിയായി.
ആദ്യം തന്നെ നമ്മൾ ടോസ്റ്റർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം സാധാരണ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് പോലെ ഓരോ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ മസാല വെച്ച് ടോസ്റ്ററിൽ വെച്ച് നല്ലൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുക. അഞ്ച് മിനിറ്റ് മാത്രം മതി ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാകാൻ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനി അടുത്തതായി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി മയോണീസ് ആണ്. അതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു മയോണീസ് ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് ശേഷമാണ് അത് സ്പൈസി മയോണീസ് ആക്കി മാറ്റുന്നത്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടുന്നത് കുറച്ച് വെളുത്തുള്ളി, 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര, 2 നുള്ളു ഉപ്പ്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. അതിലൊരു മുട്ട മുഴുവനായും പിന്നെ മറ്റേതിൻ്റെ വെള്ള മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുട്ടയും വെളുത്തുള്ളിയും പഞ്ചസാരയും ഉപ്പും ലെമൺ ജ്യൂസും ഒഴിച്ച് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ഓയിൽ പിന്നെ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓയിലിൻ്റെ പകുതി 1/4 കപ്പ് ആദ്യം ഇതിലേക്കൊന്ന് ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള ഓയിൽ കൂടി ഒന്ന് ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുത്താൽ നല്ലൊരു മയോണീസ് റെഡിയായി കിട്ടും. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്പൈസി മയോണീസ് ആക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടത് കുറച്ച് മല്ലിയില മുറിച്ചതും ഒരു ഗ്രീൻ ചില്ലിയാണ്. ഇതും ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ നല്ലൊരു സ്പൈസി മയോണീസ് റെഡിയായി കിട്ടും. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ടോസ്റ്റർ ഇല്ലാതെ തന്നെ ഈ മയോണീസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കാവുന്ന ഒരു സാൻഡ്വിച്ചാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിയില ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച മയോണീസും ഇട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് വെക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, കുറച്ച് പഞ്ചസാര, ആവശ്യം ഒരു 2 നുള്ളു ഉപ്പ് ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഫില്ലിങ് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് പോലെ ഒരു ബ്രെഡിൽ വെച്ച് നല്ലൊരു സാൻഡ്വിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.